അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിൽ മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ദൈവമേ, ജനതകൾ അങ്ങയുടെ അവകാശത്തിലേക്ക് പ്രവേശിച്ചു. അവർ അങ്ങയുടെ വിശുദ്ധാലയം അശുദ്ധമാക്കി. ഓരസ്ലേം അവർ വിജനമാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ജനതകൾ അങ്ങയുടെ അവകാശത്തിലേക്ക് പ്രവേശിച്ചു. അവർ അങ്ങയുടെ വിശുദ്ധാലയം അശുദ്ധമാക്കി. ഓർസ്ലേം അവർ വിജനമാക്കി. അങ്ങയുടെ ദാസരുടെ മൃതശരീരങ്ങൾ പക്ഷികൾക്ക് ഭക്ഷണമായി കൊടുത്തു. അങ്ങയുടെ നീതിനിഷ്ഠരുടെ മാംസം വന്യമൃഗങ്ങൾക്ക് ആഹാരമാക്കി. ഓരസ്ലേമിൽ അവരുടെ രക്തം ജലം പോലെ ഒഴുക്കി. അവരെ സംസ്കരിക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല. അയൽക്കാർക്ക് ഞങ്ങൾ പരിഹാസ വിഷയമായി. ചുറ്റുമുള്ളവർക്ക് നിന്ദനത്തിനും ആക്ഷേപത്തിനും പാത്രമായി. കർത്താവേ, എത്ര നാളങ്ങ് കോപിച്ചിരിക്കും? എന്നേക്കും അങ്ങയുടെ രോഷാഗ്നി കത്തിജ്വലിക്കുമോ? അങ്ങേ അറിയാത്ത ജനതകളിലും തിരുനാമം വിളിച്ചപേക്ഷിക്കാത്ത ജനപദങ്ങളിലും അങ്ങയുടെ കോപം നിപതിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ അവർ യാക്കോബിനെ വിഴുങ്ങിക്കളഞ്ഞു. അവന്റെ വാസസ്ഥലം ശൂന്യമാക്കി. ഞങ്ങളുടെ പഴയ പാപങ്ങൾ ഓർക്കരുതേ. അങ്ങയുടെ കരുണാവേഗം ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങൾ അത്യധികം താഴ്ത്തപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, അങ്ങയുടെ മഹത്വത്തെ പ്രതി ഞങ്ങളെ സഹായിക്കണമേ. തിരുനാമത്തെ പ്രതി പാപപ്പൊറുതി നൽകണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. എവിടെയാണ് നിങ്ങളുടെ ദൈവമെന്ന് ബന്ധിതന്റെ ആർത്തനാദം തിരുസന്നിധിയിലെത്തട്ടെ. അങ്ങയുടെ ശക്തമായ ഭുജത്താൽ മക്കളെ മരണത്തിൽ നിന്ന് രക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ അയൽക്കാർ അങ്ങേ നിന്ദിച്ചതിന് 7 ഇരട്ടിയായി അവർക്ക് തിരിച്ചു കൊടുക്കണമേ. ഞങ്ങൾ അങ്ങയുടെ ജനവും മേച്ചിൽപ്പുറത്തെ അജഗണവുമാണല്ലോ. എന്നെന്നും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കും. അങ്ങയുടെ അത്ഭുതങ്ങൾ തലമുറ തോറും അറിയിക്കും. ഇസ്രായേലിന്റെ ഇടയാൽ ശ്രവിക്കണമേ.
യോസേപ്പിനെ ആട്ടിൻപറ്റത്തെ പോലെ നയിക്കണമേ. ക്രോവേന്മാരുടെ മേൽ ആരൂഢനായിരിക്കുന്നവനെ അങ്ങ് പ്രത്യക്ഷനാകണമേ. എഫ്രായിമിനും ബെഞ്ചമിനും മനാസയ്ക്കും അങ്ങയുടെ പ്രഭാവം വെളിപ്പെടുത്തണമേ. ഞങ്ങളുടെ രക്ഷയ്ക്കായി വരണമേ. ശക്തനായ ദൈവമേ, ഞങ്ങളെ നേർവഴിയിലാക്കണമേ. തിരുമുഖം പ്രകാശിപ്പിക്കണമേ. അപ്പോൾ ഞങ്ങൾ രക്ഷ പ്രാപിക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ ദാസന്റെ അർത്ഥനയോട് എത്ര നാൾ അങ്ങ് കോപിച്ചിരിക്കും? അങ്ങ് അവരെ മിഴിനീരിൽ കുതിർന്ന അപ്പം തീറ്റി, അങ്ങ് അവരെ കണ്ണുനീര് കുടിപ്പിച്ചു. അയൽക്കാർക്ക് ഞങ്ങളെ നിന്ദാപാത്രമാക്കി, ശത്രുക്കൾ ഞങ്ങളെ പരിഹസിച്ചു. ശക്തനായ ദൈവമേ, ഞങ്ങളെ നേർവഴിയിലാക്കണമേ. തിരുമുഖം പ്രകാശിപ്പിക്കണമേ. അപ്പോൾ ഞങ്ങൾ രക്ഷ പ്രാപിക്കും. അങ്ങ് ഈജിപ്തിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്ന് ജനതകളെ നശിപ്പിച്ച് അത് നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. അങ്ങ് അതിനെ കടാക്ഷിച്ചു, അത് വേരൂന്നി വളർന്നു, ഭൂതലമെങ്ങും നിറയുകയും ചെയ്തു. അതിന്റെ നിഴൽ കൊണ്ട് മലകൾ മൂടി, ശാഖകളാൽ ദേവദാരുക്കൾ മറിഞ്ഞു. അതിന്റെ വേരുകൾ സമുദ്രം വരെയും ചില്ലകൾ നദി വരെയും നീണ്ടു. അങ്ങ് എന്തിനാ അതിന്റെ വേലി പൊളിച്ച് വഴിപോക്കരെല്ലാം അതിനെ ചവിട്ടുന്നു? കാട്ടുപന്നി അത് തിന്നുന്നു, വന്യമൃഗങ്ങൾ അവിടെ മേയുന്നു. ശക്തനായ ദൈവമേ, ഞങ്ങളിലേക്ക് തിരിയണമേ. സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണണമേ. ഈ മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ. അങ്ങയുടെ വലത്തുകൈ നട്ടുപിടിപ്പിച്ച മുന്തിരിച്ചെടിയെ അങ്ങ് ബലപ്പെടുത്തിയവനെ സന്ദർശിക്കണമേ. അതിന്റെ ചില്ലകൾ ചുറ്റരിച്ചവനെ അങ്ങയുടെ ശാസനയാൽ നശിപ്പിക്കണമേ. അങ്ങയുടെ വലത്തുകരം അങ്ങ് ശക്തിപ്പെടുത്തിയവനിൽ ആയിരിക്കട്ടെ. ഞങ്ങൾ ഇനിമേൽ അങ്ങിൽ നിന്ന് മാറുകയില്ല. അങ്ങ് ഞങ്ങളെ ജീവിപ്പിക്കണമേ. അങ്ങയുടെ നാമം ഞങ്ങൾ വിളിച്ചപേക്ഷിക്കും. ശക്തനായ ദൈവമേ, ഞങ്ങളെ നേർവഴിയിലാക്കണമേ. തിരുമുഖം പ്രകാശിപ്പിക്കണമേ. അപ്പോൾ ഞങ്ങൾ രക്ഷ പ്രാപിക്കും. നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തെ സ്തുതിക്കുവിൻ. യാക്കോബിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. തപ്പുകൾ എടുക്കുവിൻ, ഇമ്പമുള്ള കിന്നരങ്ങളും വീണയും മീട്ടുവിൻ. കറുത്തവാവിലും വെളുത്തവാവിലും തിരുനാളുകളിലും കാഹളം മുഴക്കുവിൻ. അത് ഇസ്രായേലിന്റെ ചട്ടവും യാക്കോബിന്റെ ദൈവം തന്ന കൽപ്പനയുമാകുന്നു. യോസേപ്പ് ഈജിപ്തിലേക്ക് പുറപ്പെട്ടപ്പോൾ അവിടുന്ന് അത് പ്രമാണമായി നൽകി. അറിയാത്ത ഭാഷ അവൻ ശ്രവിച്ചു. അവന്റെ തോളിലെ നുകം ഞാൻ ഇറക്കി വെച്ചു. കരങ്ങളുടെ ബന്ധനം അഴിച്ചു നീക്കി. അനർത്ഥകാലത്ത് അവൻ എന്നെ വിളിച്ചു. ഞാൻ അവനെ രക്ഷിക്കുകയും ചെയ്തു. മഹത്തായ എന്റെ സംരക്ഷണത്തിൽ ഞാൻ അവനെ മറച്ചു. മെരീബായിലെ ജലാശയത്തിൽ അവനെ ഞാൻ പരീക്ഷിച്ചു. എന്റെ ജനമേ, ശ്രവിക്കുക, ഞാനിതാ സംസാരിക്കുന്നു. ഇസ്രായേലേ, നീ എന്നെ കേൾക്കുമെങ്കിൽ ഞാൻ നിനക്ക് സാക്ഷ്യം നൽകാം. നിനക്ക് അന്യദൈവമുണ്ടാകരുത്. അന്യദൈവത്തെ നീ ആരാധിക്കരുത്. ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഈജിപ്തിൽ നിന്ന് നിന്നെ ഞാൻ കൊണ്ടുവന്നു. നീ വായി തുറന്നപ്പോഴെല്ലാം നിനക്ക് ഞാൻ ഭക്ഷണം നൽകി. എന്നിട്ടും എന്റെ ജനം എന്നെ ശ്രവിച്ചില്ല. ഇസ്രായേൽ എനിക്ക് വഴങ്ങിയില്ല. അവർ തന്റെ ഇഷ്ടപ്രകാരം നടന്നു, സ്വന്തം താല്പര്യമനുസരിച്ചു. എന്റെ ജനം എന്നെ ശ്രവിച്ചിരുന്നെങ്കിൽ, ഇസ്രായേലിന്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ, ശത്രുക്കളെ ഞാൻ നശിപ്പിക്കുമായിരുന്നു. വൈരികൾക്കെതിരെ കരമുയർത്തുമായിരുന്നു. കർത്താവിന്റെ വലികൾ അവിടുത്തെ നിരസിച്ചു. അവരുടെ പരിഭ്രമം നിത്യമായി തീർന്നു. മേൽത്തരം ഗോതമ്പ് കൊണ്ട് നിന്നെ പോറ്റുമായിരുന്നു. പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് തൃപ്തി നൽകുമായിരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കുമാമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ഈ രഹസ്യം അതീവ സമുന്നതമാണ്. പാവനമാകും ശ്രീവാദം ദിവ്യരഹസ്യമറിഞ്ഞിടും സൃഷ്ടികളഖിലം മോദമോടെ സ്തുതിഗീതങ്ങൾ പാടുന്നു. മിശിഹാനാഥൻ പരിശുദ്ധൻ ഘോഷിതനായി തൻ സ്ലീവായാൽ ഉലകം മുഴുവനും ഉദ്ധിതനിൽ ശുദ്ധി വരിച്ചു വിളങ്ങുന്നു. ഇനി നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, രക്ഷകനീശോ മിശിഹായേ, പാവനമാം നിൻ സ്ലീവായാൽ ദൂതന്മാരും മാനവരും ഒരു ഗണമായി മാറുന്നു. മണ്ണും വിണ്ണും നാഥാ നിൻ കൃപയിൽ മോദം കൊള്ളുന്നു. സർവാധിപനാം നാഥാ നിൻ സ്തുതിഗീതങ്ങൾ പാടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ, നിന്നിടമെന്നും ജീവൻ നൽകിടും ഔഷധമാം മൃതരായോർക്കതു നൽകുന്നു പുതുജീവൻ തന്നച്ചാരം. ജീവിപ്പവരതു നുകരുമ്പോൾ സ്വാതന്ത്ര്യത്തിൽ പുലരുന്നു. തിരുരക്തത്താൽ നാഥാ നീ മൃത്യുവിനപജയമേറ്റുന്നു. കർത്താവ് ദയാലുവും കരുണാമയനുമാകുന്നു, ക്ഷമാശീലനും കൃപാനിധിയുമാകുന്നു. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയൊടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനുടർത്തന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്ലീഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ദയാലുവും കരുണാമയനുമാകുന്നു, ക്ഷമാശീലനും കൃപാനിധിയുമാകുന്നു. കർത്താവ് നല്ലവനാകുന്നു, എല്ലാ ദാസരിലും അവിടുന്ന് കരുണ ചൊരിയുന്നു.
കർത്താവേ, അങ്ങയുടെ ദാസർ അങ്ങയെ സ്തുതിക്കുന്നു, നീതിനിഷ്ഠർ അങ്ങയെ പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ രാജ്യത്തിന്റെ പ്രതാപം അവർ വെളിപ്പെടുത്തും, അങ്ങയുടെ ശക്തി വിളംബരം ചെയ്യും. അങ്ങയുടെ മഹത്വവും രാജ്യത്തിന്റെ പ്രതാപവും മാനവരോട് അവർ പ്രഘോഷിക്കും. അങ്ങയുടെ രാജ്യം എന്നേക്കുമുള്ളതാണ്, ആധിപത്യം തലമുറ തോറും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. താതനിൽ നിന്നു നരർക്കായി നാഥനുദിച്ചു ലോകത്തിൽ, തമസിൽ കഴിയും മർത്യരുതൻ തേജസ്സൻപോടവനേകി. വിണ്ണിൻ സൂര്യൻ ഉദിച്ചപ്പോൾ ഇരുളിൻ ശക്തി നശിച്ചിടയിൽ, നറുമലർ പോല പുലരുളിയിൽ നരനുൾ കണ്ണു തെളിഞ്ഞല്ലോ. ലോകം മുഴുവൻ കർത്താവിൻ ദിവ്യമഹത്വ പ്രഭവീശി, അവനിൽ നിന്നും ശീയോലിൽ അനവദ്യാഭവഴിഞ്ഞൊഴുകി. ഇരുളിൻ പിടിയിലമർന്നവരെ മോചിച്ചൻപോടഖിലേശൻ, കുഴിമാടത്തിലടിഞ്ഞവരിൽ നവചൈതന്യം വർഷിച്ചു. നമ്മുടെ പാപം മായ്ച്ചീശോ നൽകി നമുക്കിഹ തൻ രൂപം, നമ്മെ അലംകൃതരാക്കിയവൻ തൻ തിരുനാമവിശേഷത്താൽ. താതനും അതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതി എന്നേക്കും, ആദ്യം മുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ഇത് ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ നിയമത്തിൻ്റെ അനുശാസനം സഫലമാകുന്നതിന് വേണ്ടിയാണ്. എന്തെന്നാൽ ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സുവെക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സുവെക്കുന്നു. ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മരണത്തിന് വിധേയനായെങ്കിലും അതിനെ ജയിച്ച് ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പാപം മൂലം എല്ലാ മനുഷ്യരുടെയും മേൽ വന്നു ഭവിച്ച മരണത്തെ പരാജയപ്പെടുത്തി എല്ലാവർക്കും ജീവൻ പ്രദാനം ചെയ്ത കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്നിൽ നിദ്ര പ്രാപിക്കുന്ന എല്ലാവരും ഉയർക്കുമെന്ന പ്രത്യാശ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഉയർത്തെഴുന്നേറ്റ് മരിച്ചവരിൽ നിന്നുള്ള ആദിഫലമായി തീർന്ന കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആടുകൾക്കു വേണ്ടി ജീവൻ അർപ്പിച്ചവനും ആയുസ്സിലേക്കുള്ള വാതിലും സാക്ഷാൽ ഉത്ഥാനവുമായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളെ ദൈവീകരാക്കുന്നതിന് വേണ്ടി സ്വയം ജീവൻ ബലിയർപ്പിക്കുകയും വീണ്ടും അത് തിരികെ എടുക്കുകയും ചെയ്ത കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർലയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാവ് രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ.
ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, നിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയ്ക്ക് സമാധാനം നൽകുകയും നിന്റെ മഹത്വപൂർണമായ ആഗമനത്തിൽ ഞങ്ങളെ നീതിനിഷ്ഠരോടൊത്ത് നിന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.